ഒരു 2-3 ദിവസമായിട്ട് കേരളത്തിലൊരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആസാം സ്വദേശികളുടെ ഒരു കുട്ടി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് നാട് വിടുകയാണ്. വെറും 13 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. പ്രത്യേകിച്ച് പക്വതയില്ലാത്ത, ലോകപരിചയങ്ങളില്ലാത്ത ഈ കുട്ടികൾ, പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരോ ആയിക്കോട്ടെ, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് വീട്ടിൽ വഴക്കുണ്ടാവുന്നു, അച്ഛൻ തല്ലുന്നു, അല്ലെങ്കിൽ അമ്മ തല്ലുന്നു, അല്ലെങ്കിൽ കൂടപ്പിറപ്പുകൾ എന്തെങ്കിലും അടിപിടിയാവുന്നു, ആ വഴക്കാവുന്നു. ആ വഴക്കിൻ്റെ പുറത്തുണ്ടാവുന്ന ആ മനോവിഷമത്തിൽ വീട്ടിൽ നിന്നും ഡ്രസ്സ് എടുത്ത് അല്ലെങ്കിൽ ബാഗ് എടുത്ത് ഇറങ്ങുന്ന കുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ വളർത്തി വലുതാക്കി നമ്മളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അച്ഛനമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ, അവരെ വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയൊരു വിഷമം, നിങ്ങൾ അവരെ ഒന്ന് വിട്ടുപിരിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം മാറി നിൽക്കാം അല്ലെങ്കിൽ നാട് വിടാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വലിയ ആപത്തുകളിലേക്കാണ് പോവുക. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു സുരക്ഷിതത്വവും, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുരക്ഷിതത്വവും നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഈ 13 വയസ്സുള്ള ആ പെൺകുട്ടി കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13 വയസ്സുള്ള ആസാം ബാലികയെ കണ്ടെത്തിയത് ഒരു ട്രെയിനിൽ നിന്നാണ്. ട്രെയിനിലെ ബർത്തിൽ ആ കുട്ടി ഉറങ്ങുകയായിരുന്നു. 2 ദിവസത്തിൽ കൂടുതലായി കുട്ടി ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. വെള്ളം മാത്രം കുടിച്ച് ആ കുട്ടി ആ ബർത്തിൽ കിടന്നുറങ്ങി ആ കുട്ടിയുടെ സ്വദേശമായിട്ടുള്ള ആസാമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ നാട്ടിലേക്ക്. അവിടെ ആരുണ്ടോ ആരില്ലേ എന്നുള്ളതല്ല വിഷയം. ആ കുട്ടിയെ കുറേ ആളുകൾ എന്താ പറയുക, അവരെ കിഡ്നാപ്പ് ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ ആ കുട്ടിയെ എന്താ പറയുക വളഞ്ഞ് നിൽക്കുകയായിരുന്നു. ആ കുട്ടിയെ പിന്നീട് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ സംസാരിച്ചു. ആ ഒരു സംഘം ആളുകൾ അവർ എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ബാലികയെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അവരെ ഒരുപാട് ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ മലയാളി അസോസിയേഷന് കൊടുക്കേണ്ടി വന്നു കുട്ടിയെ. പിന്നീട് RPFന് ആ കുട്ടിയെ കൈമാറുകയും കേരളത്തിൽ നിന്നുള്ള പോലീസ് അധികാരികൾ നിലവിൽ ആ കുട്ടിയെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന, വീട്ടിലുള്ള സുരക്ഷിതത്വമോ നിങ്ങൾക്ക് വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന സുരക്ഷിതത്വമോ കെയറിങ്ങോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അവിടെ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാനും നിങ്ങളെ ചൂഷണം ചെയ്യുവാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നിങ്ങളെ നശിപ്പിക്കുവാനും ഒരുപാട് ആളുകളുണ്ട്. ആരാണ് എങ്ങനെയാണ് അർദ്ധരാത്രിയിൽ നിങ്ങളെ സമീപിക്കുക, നിങ്ങളെ തട്ടിക്കൊണ്ടുപോവുക എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകരെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയോ അല്ലെങ്കിൽ അയൽവാസികളെയോ അറിയിക്കുക. എന്നെ അച്ഛൻ തല്ലി, അല്ലെങ്കിൽ അമ്മ തല്ലി, അല്ലെങ്കിൽ ആങ്ങളമാരെന്നെ തല്ലി എന്ന് പറഞ്ഞ് നിങ്ങൾ അയൽവക്കക്കാരെ നിങ്ങൾ അറിയിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന്, ഇന്ന് കാലത്തൊന്നും മൊബൈലില്ലാത്ത ആളുകൾ വളരെ കുറവ് തന്നെയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും മൊബൈലുകളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എടുത്തുചാട്ടം? വീട്ടിൽ നിന്ന് ഇറങ്ങി പറഞ്ഞ് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകണമെന്ന് നിങ്ങൾക്കൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഒരുപാട് ഭിക്ഷാടന മാഫിയകളും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അവയവക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറില്ലേ? അതൊക്കെ നമ്മൾ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ, ഒരു 10 ആൾ ചേർന്ന് അവർ നിങ്ങളെ വളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് വിശ്വാസത്തിലാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങൾ 2 ദിവസം പോയി 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ നിങ്ങൾ വീട് വിട്ട് മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരുടെ, രക്ഷിതാക്കളുടെ മനസ്സിൻ്റെ വിഷമം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന വേദനകൾ, എൻ്റെ മകൾ എവിടെ പോയി, എൻ്റെ മകൻ എവിടെ പോയി എന്നുള്ള ആ വേദനയോടുകൂടെ നിങ്ങൾ 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരും അതേപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ തല്ലുന്നതോ വഴക്ക് പറയുന്നതോ നിങ്ങളെ കൊണ്ട് ദേഷ്യം കൊണ്ടല്ല, നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ എടുത്തു ചാടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് നല്ലതാവണമെന്നില്ല എന്ന് മാത്രമാണ് ഒരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി. ദയവ് ചെയ്ത് വീട്ടിൽ വഴക്കുണ്ടാകുകയോ അല്ലെങ്കിൽ അമ്മ തല്ലുകയോ അച്ഛൻ തല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതിലും അധികമാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയും തല്ലുന്നത് വളരെ കുറവ് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയുക, തിരിച്ച് വരാൻ കഴിയാത്ത വിധം നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒടുവിൽ ആ കുട്ടിയെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ വിശാഖപട്ടണത്തെ പോലീസ് സ്റ്റേഷനിൽ അവിടെ ആർ പി എഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അത് മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് ആ കുട്ടിയെ കണ്ടെത്തിയതും. ഇതെല്ലാം ദൈവഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരു കാരണവശാലും ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികൾ ആരും ദയവ് ചെയ്ത് വീടുകളിൽ നിന്നും പറയാതെ എന്താ പറയുക, അച്ഛനെയോ അമ്മയോ പേടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാരണവശാലും വീട് വിടരുത്. അത് വലിയ ആപത്ത് ഉണ്ടാക്കും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഇന്നത്തെ കുട്ടികൾക്ക് ഉപദേശിക്കാനോ ഉപദേശം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും ഇങ്ങനെ എനിക്ക് 2 ദിവസം 13 വയസ്സുള്ള ആ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് മനസ്സിന് വിഷമമായി. വെറും 13 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമമായപ്പോൾ ഞാനത് കുട്ടിയെ കിട്ടുന്നത് വരെ സാധാരണ എല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം വെറും 13 വയസ്സുള്ളൂ. അതിന് ആ കുട്ടി എവിടേക്കായിരിക്കും പോയിരിക്കുക, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ആ കുട്ടിയെ കണ്ടെത്തി. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് മാത്രം പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഇല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അയയ്ക്കുക. അത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ ഓക്കെ, ശരി.